ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മൾ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പല്ലവിതെ വിശ്വനെ ഉപദേശിച്ചുകൊണ്ടിരിക്കട്ടെ. ഒളിച്ചോടാൻ എല്ലാവർക്കും പറ്റും, ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ എല്ലാവർക്കും പറ്റും, അത് തരണം ചെയ്ത് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഇതെന്നൊക്കെ പറഞ്ഞ് വിശ്വൻ തിരിച്ചു വീട്ടിലേക്ക് പോകുന്നത് എൻ്റെ അപേക്ഷയാണെന്നൊക്കെ പറയുന്നുണ്ട് പല്ലവി വിശ്വനോട്. തിരിച്ചു പോയേ പറ്റുമെന്ന്. അപ്പോൾ അത് മനസ്സിലാക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പല്ലവി ഇതും പറഞ്ഞ് സംസാരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ അനിയത്തിക്കുട്ടി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്, പാറു. അപ്പോൾ അവിടെ ചെന്ന് ഓട്ടോ കിട്ടുമോ ഇവിടെ അടുത്തെങ്ങാനും ചോദിച്ചു. അപ്പോൾ അടുത്ത സ്റ്റാൻഡ് ഉണ്ടെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. പല്ലവി അവിടെ നിന്ന് അങ്ങ് പോണു. പല്ലവി അവിടെ നിന്ന് പോയപ്പോഴത്തേക്കും അനിയത്തി തിരിച്ചങ്ങ് കയറി വന്നു. ചേട്ടാ, വിശ്വജിത്ത് എന്ന് പറയുന്ന ആൾ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ മുകളിൽ ചെന്നാൽ മതി, രണ്ടാമത്തെ റൂമാണെന്ന് പറഞ്ഞു. ചേച്ചി പോയി, അനിയത്തി ചെന്ന് കയറി. അങ്ങനെ പാറു ചെന്നപ്പോൾ വിശ്വൻ ഇങ്ങനെ വിഷമിച്ച് അവിടെ ഇരിക്കും കേട്ടോ. ആ സമയത്ത് പാറു, എന്താ വിശ്വ ഞാൻ ഈ കാണുന്നതെന്ന് ചോദിച്ചു. ഇങ്ങനെ മാറി താമസിക്കാനും മാത്രം എന്താ ഇപ്പോൾ ഇവിടെ ഉണ്ടായേ എന്ന് പാറു ചോദിക്കുക. വിശ്വൻ എന്നേരം ആകെ ധർമ്മസങ്കടത്തിലേക്ക് നിൽക്കുക. അവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് എനിക്ക് തോന്നിയെന്നും ഏട്ടനല്ല ശരി, അനിയനാണ് ശരിയെന്ന് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കാനൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ, അതെ അപ്പോൾ എന്നെ ബോധ്യപ്പെടുത്താനാണോ ഈ ഇറങ്ങിപ്പോരലും ഇവിടുത്തെ താമസമൊക്കെ എന്ന് പാറു ചോദിച്ചു. അപ്പോൾ എങ്കിലത് വേണ്ട, ഈ അടയാളങ്ങളൊന്നും ഇല്ലെങ്കിലും എനിക്ക് വിശ്വനെ അറിയാമെന്നും പാറു പറഞ്ഞു. ഇങ്ങനെ തന്നെയല്ലേ താൻ മുന്നേയും പറഞ്ഞതെന്ന് വിശ്വൻ അന്നേരം ചോദിക്കാം. അപ്പോൾ ഇന്ദ്രനെ പോലെ ഞങ്ങൾ എല്ലാവരും വെറുക്കുന്ന ഒരാൾ കല്യാണാലോചനയുമായിട്ട് വീട്ടിൽ വന്നാൽ പിന്നെ ഞാൻ എങ്ങനെ പ്രതികരിക്കണം എന്ന് ചോദിച്ചു. അതിന് മറുപടിയായിട്ട് വിശ്വൻ ഇങ്ങനെ ഒരു സാഹസം കാണിക്കുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയിരുന്നില്ല എന്ന് പാറു വിശ്വനോട് പറയാം. അപ്പോൾ വിശ്വൻ തൻ്റെ ഭാഗം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ആളുടെ സ്വഭാവം എന്തെന്നുള്ളത് നമ്മൾക്കത് അനുഭവപ്പെടുന്നത് പോലെ ഇരിക്കുമെന്നും വിശ്വന് ഞാനുണ്ടെന്ന് തോന്നിയാൽ ഞാനുണ്ട് എന്ന് പാറു വിശ്വനോട് പറയുക. ഇല്ല എന്ന് തോന്നിയാൽ അതില്ല. പിന്നെ മനസ്സിൻ്റെ ഓരോ കളികളല്ലാവെന്നൊക്കെ ഇങ്ങനെ പാറു വിശ്വനോട് പറയാം. ഓരോ ബന്ധത്തെയും നമ്മൾ എങ്ങനെ സംബന്ധിക്കുന്നോ എന്ന് ആശ്രയിച്ചിരിക്കും അതുണ്ടാക്കുന്ന അടുപ്പവും അല്ലെങ്കിൽ അടുപ്പക്കുറവും എന്നൊക്കെ പറയുമ്പോൾ പാറുവിൻ്റെ മുന്നിൽ എനിക്ക് എൻ്റെ ഭാഗം ക്ലിയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയതെന്ന് വിശ്വം പാറുവിനോട് പറയൂ കേട്ടോ. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് പാറു ആണെന്ന് പറയുമ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും അത് അനുസരിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അനുസരിക്കുമെന്ന് പറഞ്ഞു വിശ്വൻ. അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണോ ഞാൻ എന്ന് പാറു ചോദിക്കുമ്പോൾ അതെന്നും പറഞ്ഞു. എന്നാൽ പിന്നെ ഇവിടുത്തെ താമസം മതിയാക്കി തിരിച്ചു പോകണം, ഇന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ വിശ്വൻ ഇങ്ങനെ വല്ലാത്തരത്തിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പാറു പറഞ്ഞതുകൊണ്ട് താഴെ വിളിച്ചു പറഞ്ഞു, ഇന്ന് തന്നെ ചെക്കൗട്ടാണ്, ബില്ലെടുത്ത് വെച്ചേക്കാൻ. അങ്ങനെ പാറുവും വിശ്വനും കൂടെ സംസാരിച്ചു. ആ പ്രശ്നങ്ങളെല്ലാം പുഷ്പം പോലെ സോൾവ് ചെയ്യുകയും ചെയ്തു. പല്ലവി വന്ന് പറയുന്നത് കേട്ടിട്ടും ആശാൻ കേൾക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. എന്തായാലും അനിയത്തി വന്ന് പറഞ്ഞപ്പോൾ ആശാൻ കേട്ടു. ഇത് കഴിഞ്ഞ് പൊന്നുമടത്തിലേക്ക് നമ്മുടെ പല്ലവി ചെന്നു കേട്ടോ. അവിടെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴാണ് സേതു ഒരു കട്ടൻ കാപ്പിയൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരുന്നതും പല്ലവിയുടെ ഈ ടെൻഷൻ കാണുന്നതും. പല്ലവിയുടെ അടുത്തേക്ക് ഇറങ്ങി ചെന്നു. അവനെ പോയി കണ്ടല്ലേ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ കണ്ടെന്ന് പറഞ്ഞു. ഇതിപ്പോൾ കാണുകയും ചെയ്തു, തിരിച്ചു പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു അല്ലേ എന്ന് ചോദിച്ചു. ആ ഇന്ദ്രനെ പേടിച്ചതുപോലെ ആയില്ലേ ഇപ്പോൾ എന്ന് ചോദിച്ചിട്ട് അവൻ്റെ ഭീഷണിക്ക് വഴങ്ങിയതുപോലെ ആയിപ്പോയില്ലേ, അത് ഒഴിവാക്കാമായിരുന്നില്ലേ എന്ന് സേതു ചോദിക്കാം. അപ്പോൾ സേതുവേട്ടൻ അത് അങ്ങനെയാണോ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പം എന്താ അത് തന്നെയല്ലേ സത്യമെന്ന് ചോദിച്ചു കേട്ടോ. ഇന്ദ്രനെ ഞാൻ പേടിക്കും എന്ന് സേതുവേട്ടന് തോന്നണുണ്ടോ? അങ്ങനെ ഒരാളാണോ ഞാൻ? അങ്ങനെയാണ് എന്നെ പറ്റി കരുതി വെച്ചിരിക്കുന്നത്. ഞാൻ വിശ്വജിത്തിനെ പോയി കണ്ടത് ഇന്ദ്രൻ ആവശ്യപ്പെട്ടത് കൊണ്ടൊന്നുമല്ല, അതിനെനിക്ക് എൻ്റേതായ ഒരു കാരണം ഉണ്ടെന്നുള്ള കാര്യം പല്ലവി പറയുക. സൈക്കോളജി പഠിച്ചിട്ടുണ്ടോ സേതുവേട്ടൻ? ഈ മനസ്സിനെ ചികിത്സിക്കുന്ന അല്ല, പഠിച്ചിട്ടില്ല, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. എന്നാലേ ഞാനത് പഠിച്ചിട്ടുണ്ട് സേതുവേട്ടാ, അതുകൊണ്ടാണ് ഞാനതവിടെ പ്രയോഗിച്ചത്. വിശ്വജിത്ത് ആ ലോഡ്ജിൽ താമസിച്ചാൽ എന്താ ശരിക്കും സംഭവിക്കുക? എൻ്റെ അനിയത്തിയുടെ മുന്നിൽ വിശ്വജിത്തിനോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാകും, ഒരു അനുകമ്പയുണ്ടാകും. ഞാൻ കാരണമാണല്ലോ വിശ്വജിത്തിന് ഇങ്ങനൊരു അവസ്ഥ വന്നത് എന്നുള്ളൊരു ചിന്ത അവൾ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുമെന്നും പിന്നെ ആ ഒരു ചിന്ത അത് അപകടമല്ലേ എന്ന് ചോദിച്ചു. അനുകമ്പ അത് നാളെ എന്തായി മാറുമെന്ന് അറിയില്ലേ? അത് സ്നേഹമായി മാറിയാൽ ആർക്കാ നഷ്ടം? അത് ഒഴിവാക്കണ്ടേ? എന്താ സേതുവേട്ടാ അത് ഒഴിവാക്കണ്ടേ? വേണം. അയ്യോ സമ്മതിച്ചിരിക്കുന്നു, ഇടിക്കുക താനെന്നൊക്കെ പറഞ്ഞിങ്ങനെ സേതു. ഞാൻ പോലും ചിന്തിക്കാത്ത വഴിയിലൂടെയാണല്ലോ താനതൊക്കെ ചിന്തിച്ച് മുന്നേറുന്നത്. ശരിയാ, പല്ലവി പറഞ്ഞു, 100% ശരിയാ. വിശ്വജിത്ത് ആ ലോഡ്ജിൽ താമസിച്ചിരുന്നെങ്കിൽ പാറുവിൻ്റെ ഉള്ളിൽ അവനോടൊരിഷ്ടം അത് ഉറപ്പായിട്ടും തോന്നുമായിരുന്നു. അന്ന് താൻ പറഞ്ഞ 100% ശരിയാണെന്ന്. അത് വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രേമമായി അത് മാറും, പിന്നെ പിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവർ രണ്ടുപേരും പോകും. ഇത് പല്ലവി ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ അതങ്ങ് അവസാനിപ്പിച്ചെടുത്തു എന്ന് വേണം പറയാനെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വലുത് എൻ്റെ അനിയത്തിയുടെ ഭാവിയാണ് സേതുവേട്ടാ, അതിന് യാതൊരു കോട്ടവും തട്ടരുത്, അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ശ്രമിച്ചതെന്നും പറഞ്ഞു. അല്ലാതെ ഇന്ദ്രൻ എന്നെ ഭീഷണിപ്പെടുത്തുമ്പോഴേക്കും പേടിച്ചോടുന്നൊരു പെണ്ണാണോ ഞാൻ? ഒരിക്കലും അല്ല സേതുവേട്ടാ എന്ന് പറഞ്ഞു. ഒന്നുമല്ലെങ്കിലും ഞാൻ സേതുവേട്ടൻ്റെ ഫ്രണ്ടല്ലേ,
ആ ഒരു ധൈര്യം കുറച്ചൊക്കെ എനിക്ക് ഉണ്ടാകാതിരിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഓ ഓ ഓ ഓ ഓ അങ്ങനെ അങ്ങനെ അത് ഞാൻ ഓർത്തില്ല കേട്ടോ. കൈ നീട്ടാൻ പറഞ്ഞു. എന്തിന്? കൈ നീട്ടടോ. അപ്പോൾ നമ്മുടെ പല്ലവി കൈ നീട്ടി. അപ്പോഴത്തേക്കും നമ്മുടെ സേതു ഒരു ഷെയ്ക്കാൻ്റെ അങ്ങ് വെച്ച് കൊടുത്തു. നമിച്ചിരിക്കുന്നു, തന്നെ ഞാൻ നമിച്ചിരിക്കുന്നു, കലക്കിയെന്നും സേതു പറയുക. അപ്പോൾ ഉറപ്പിക്കാനൊക്കെ വരട്ടെ, വിശ്വജിത്ത് വീട്ടിലേക്ക് പോട്ടെ ആദ്യം, അതിനുശേഷം നമുക്ക് ധൈര്യമായിട്ടിരിക്കാമെന്ന് പറഞ്ഞു. തൊട്ടടുത്ത നിമിഷം പിന്നെ വിശ്വൻ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ അമ്മ മോനെ കാണുക. അയ്യോ എൻ്റെ ഈശ്വരാന്ന് പറഞ്ഞു ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. നീ നല്ലോടാ മോനെ എന്ന് പറയുമ്പം ഞാനേ നിങ്ങളുടെ കണ്ണീര് കണ്ടിട്ട് വന്നൊന്നുമല്ല, എനിക്ക് ഈ വീട്ടിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് സമാധാനമാണ് വേണ്ടതെന്ന് വിശ്വം പറയും അമ്മയോട്. അതെനിക്ക് ഈ വീട്ടിൽ കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ വന്നതുപോലെ തന്നെ ഇറങ്ങിപ്പോകാൻ ഇനിയും എനിക്ക് പറ്റും എന്ന് വിശ്വം പറഞ്ഞപ്പോൾ, ഓ നിനക്ക് അമ്മയെക്കാളും വലുതാണോ എവിടെന്നോ കയറി വന്ന അവള് എന്ന് അമ്മ മോനോട് ചോദിക്കാം. അപ്പം ആണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ദേ ഇറങ്ങി വരുന്നു. ഇന്ദ്രൻ ഇറങ്ങി വന്നിട്ട് അതുകൊണ്ടാണല്ലോ അവൾക്ക് വേണ്ടി ഇവൻ എന്നോട് യുദ്ധത്തിന് വന്നത്. അപ്പോൾ ദേ ഇന്ദ്ര മേല നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാക്കരുതെന്ന് അമ്മ പറയുമ്പോൾ, അയ്യോ ഞാൻ ഒന്നിനും ഇല്ലേ, നമ്മളെ വിട്ടേക്കാൻ പറഞ്ഞു. എനിക്ക് വട്ടല്ലേ, പിന്നെ ഞാൻ ഇവിടെ ഏതെങ്കിലും മൂലയിലൊക്കെ വളഞ്ഞു കൂടിക്കോളാം, ഗുണത്തിനുമില്ല ദോഷത്തിനുമില്ല, എന്താ പോരേന്ന് ചോദിച്ചു. അനിയാ മോനെ അടിയൻ എന്താ വേണ്ടതെന്ന് കൽപ്പിച്ചാൽ മതി, ഞാനതുപോലെ എന്നെ അനുസരിച്ചോളാമെന്ന് പറഞ്ഞ് വിശ്വനെ കളിയാക്കുന്നു. വിശ്വൻ അന്നേരം അങ്ങ് കയറിപ്പോയി. എന്ന് പറഞ്ഞ് നിൽക്കുക. എന്തിനാണോ നീ അവനെ ഇങ്ങനെ ദേഷ്യം പഠിപ്പിക്കുന്നത്? ഒരു കണക്കിന് അവൻ തിരിച്ചു വന്നപ്പോൾ തന്നെ ഓടിക്കാനാണോ നീ നോക്കുന്നതെന്ന് ചോദിച്ചാൽ അമ്മ ഇന്ദ്രനോട് ചൂടായി. അപ്പം എൻ്റെ അമ്മേ ഒരിക്കലും അവൻ ഇനി തിരിച്ചു പോകാൻ പോകുന്നില്ല, അതിനുള്ള കെട്ടൊക്കെ ഞാൻ കെട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ സ്വന്തം ഇഷ്ടപ്രകാരം മോൻ തിരിച്ചു വന്നതാണെന്നാണോ അമ്മ കരുതുന്നത്? അതെ എൻ്റെ പ്രാർത്ഥനയാണെന്ന് അമ്മ പറയുമ്പോൾ അമ്മയുടെ ഒരു പ്രാർത്ഥനയല്ല, മനസ്സിലായോ? അതൊന്നും അല്ല അവൻ തിരിച്ചു വരാനുള്ള കാരണം. ഞാനാണ് അവൻ്റെ ഈ തിരിച്ചു വരവിന് കാരണം ഉണ്ടാക്കിയതെന്ന് പറയുമ്പം നീ എന്താ ഈ പറയുന്നേ? അമ്മ അന്ന് ഞാൻ പറഞ്ഞ അമ്മ ഓർക്കുന്നില്ലേ? പറയേണ്ടവർ പറയേണ്ടതുപോലെ പറയണം, അത് ഞാൻ പറയിച്ചു. ദേ പേടിയുണ്ട് അവൾക്കപ്പം എന്നെ. ആർക്ക് പേടിയുണ്ട്? നീ ആരുടെ കാര്യം പറയുന്നേ? അവൾക്കേ ആ കെട്ടിലമ്മ പല്ലവിക്ക് അവക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോയിപ്പോ അവള് വലിയ ഇതാന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവള് വെറും ഞാഞ്ഞൂല്, അവക്ക് എന്നെ പേടിയുണ്ട് അമ്മേ. ഏതായാലും അവളെ ഞാൻ കൊണ്ടുവരും, അവളെ കൊണ്ടുവരാൻ ഇവനും അവളും വഴി ഞാൻ പല്ലവിയെയും ഇവിടെ കൊണ്ടുവരും അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അമ്മയോട് പറയാം. തള്ളയ്ക്കാണ് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല, മകൻ്റെ മാസ്റ്റർ പ്ലാനൊക്കെയാണ് പറയുന്നത്. അമ്മ ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നിൽക്കുക. അമ്മ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു മകൻ. തൊട്ടടുത്ത നിമിഷം പിന്നെ കാണിക്കുന്നതോ നമ്മുടെ ഹരിയാട്ടോ. ഹരി ഇങ്ങനെ ഇവിടെ കിടക്കുക. ഹരിക്കാണെങ്കിൽ ഒരു നീറ്റിലും പുകച്ചിലും വേദനയൊക്കെ ഉണ്ട്. അപ്പം അച്ചു അങ്ങോട്ടേക്ക് വരുക, വെള്ളമൊക്കെ കൊടുക്കാനും മരുന്ന് കൊടുക്കാനും ഒക്കെ ആയിട്ടെ. അങ്ങനെ മരുന്ന് ഹരിക്ക് കൊടുത്തു. ഹരിയെ പതുക്കെ എഴുന്നേപ്പിച്ചിരുത്തി മരുന്നും വെള്ളമൊക്കെ കൊടുത്തു. ഹരിയെ മരുന്ന് വെള്ളമൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടിൽ ഇങ്ങനെ ഇരിക്കുവാണ്. ആ സമയം ആഹാരമൊന്നും കഴിക്കുന്നില്ലേന്ന് ചോദിച്ചു അച്ചു. അപ്പോൾ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു ഹരി. ശരിയാവില്ല, അത് പട്ടിണി കിടന്നാൽ എങ്ങനെയാണ് ഹരി ശരിയാവുന്നതെന്ന് അച്ചു അന്നേരം ചോദിച്ചു. മാസാമാസം ചെലവിനുള്ള തുക കൊടുക്കാമെന്ന് കരുതിയാണ് ഞാൻ ഓട്ടോ ഓടിക്കാൻ പോയതെന്നും അതിപ്പോൾ ഇങ്ങനെ ആയെന്നൊക്കെ നമ്മുടെ ഹരി ഇങ്ങനെ പറയുക കേട്ടോ അച്ചുവിനോട്. ചെലവിന് കൊടുക്കാതെ ഇവിടെ നിന്ന് കഴിക്കരുതെന്ന് ഋതു പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഞാൻ കഴിക്കുന്നതെന്ന് ചോദിച്ചു. ഹരിക്ക് വയ്യാത്തത് കൊണ്ടല്ലേ ജോലിക്ക് പോകാത്തതെന്ന് അച്ചു അന്നേരം ചോദിച്ചു. എന്നാലും വേണ്ട, ഋതു വല്ലതും പറഞ്ഞാൽ എനിക്കത് പിന്നെ വിഷമാകുമെന്നും എന്നെക്കാളും കൂടുതൽ തനിക്കത് വിഷമാവില്ലേന്നും ഹരി അച്ചുവിനോട് ചോദിക്കുവാണ്. പിന്നെ വഴക്ക് തർക്കം എന്തിനാ നമ്മളായിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ എന്നും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അച്ചുവിന് ഭയങ്കര സങ്കടം. കുറച്ച് ദിവസത്തിനുള്ളിൽ എൻ്റെ ഈ ക്ഷീണവും തളർച്ചയൊക്കെ മാറും. പ്രശ്നം എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല, ഞാൻ റെഡി ആയാലും ഓടിക്കാനേ ഓട്ടോ വേണ്ടേന്ന് ചോദിച്ചു. അല്ലെങ്കിൽ വാടകയ്ക്ക് ഓടണം, അത് നഷ്ടമുള്ള കാര്യമാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ഹരി വിഷമിക്കാതിരിക്കുക, നമുക്ക് എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാം എന്ന് അച്ചു പറഞ്ഞു. ഞാൻ വിചാരിച്ചാലും കിട്ടും എന്തെങ്കിലുമൊക്കെ ജോലി എന്ന് അച്ചു പറയുമ്പോൾ, താൻ ജോലിക്ക് പോകാനോ? താൻ എന്തൊക്കെയാ ഈ പറയുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. എന്നിട്ട് വേണം ഋതു അമ്മയും കൂടി എന്നോട് വഴക്കിന് വരാനല്ലേ? അപ്പം ഞാൻ ജോലിക്ക് പോയാൽ എന്താ കുഴപ്പം? തന്നെ എനിക്ക് പോറ്റാൻ കഴിവില്ലാത്തത് കൊണ്ടാണ് ജോലിക്ക് വിടുന്നതെന്നേ എല്ലാവരും പറയും. അതെനിക്ക് കുറച്ചിലുള്ള കാര്യമാണെന്നും പറഞ്ഞ് ഹരി ഇങ്ങനെ പറഞ്ഞു. കുറച്ചൊക്കെ ദുരഭിമാനം എനിക്കുണ്ടെന്ന് താനങ്ങ് കൂട്ടിക്കോളാൻ പറഞ്ഞു. താൻ പൊന്നുമടത്തിലെ പെണ്ണ, കുടുംബം നോക്കാനേ താൻ ഒരിക്കലും ജോലിക്ക് പോകുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കും? കാശ് വേണ്ടേന്ന് ചോദിച്ചു. അതൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം, ഈ കിടപ്പിൽ നിന്നേ ഞാനൊന്ന് എഴുന്നേറ്റോട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ
ഹരി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഹരി അത് പറഞ്ഞപ്പോഴത്തേക്കും അച്ചു ഇങ്ങനെ ഹരിയെ നോക്കി വിഷമിച്ചിരിക്കുക. ഹരി എന്നിട്ട് സമാധാനിപ്പിക്കുകയാണ്, സങ്കടപ്പെടണ്ടെന്നും പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ ഹാപ്പി ആയിട്ട് അങ്ങനെ ഇരിക്കുക. കാരണം അച്ചു ഇപ്പോൾ ഹരിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളായി മാറിയിരിക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സേതുവിനെ ആട്ടോ. സേതു ഇങ്ങനെ റൂമിൽ മീശയൊക്കെ പിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പല്ലവി അങ്ങോട്ടേക്ക് വരുന്നത്. ഓ ഭംഗി നോക്കുകയാണല്ലേ എന്ന് ചോദിച്ചു. ഓ അല്ല, അല്ലെങ്കിൽ തന്നെ നമുക്കൊക്കെ എന്താ ഭംഗി, അത് വേറെ ചിലർക്ക് അവകാശപ്പെട്ടതല്ലേ എന്ന് നമ്മുടെ സേതു പറയുമ്പോൾ എന്നെയാണോ ഉദ്ദേശിച്ചതെന്ന് പല്ലവി ചോദിച്ചേ. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എൻ്റെ പൊന്ന് സേതുവേട്ടാ, സേതുവേട്ടനെ കാണാനിപ്പോൾ എന്താ കുഴപ്പം? സ്റ്റൈലൻ താടിയും മീശയും ആരുടെ മുന്നിലും തലയുയർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു ചങ്കൂറ്റമൊക്കെ എൻ്റെ സേതുവേട്ടൻ ഇല്ലേന്ന് ചോദിച്ചു. ഏതു വെണ്ണം മോഹിക്കുന്ന ഒരാൾ തന്നെയല്ലേ സേതുവേട്ടൻ? അപ്പം ശരിക്കും അങ്ങനെയാണോ പല്ലവി? പിന്നെ അല്ലാതെ. സേതുവേട്ടൻ എന്താ ഈ പറയുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ടിങ്ങനെ നമ്മുടെ പല്ലവി ഇങ്ങനെ പറയണു. പക്ഷേ ഇപ്പം ഈ താടിയുടെയും മീശയുടെയും ഭംഗി സംസാരിക്കാനുള്ളൊരു സമയമൊന്നും അല്ല. ശ്രീഹരി പട്ടിണിയാണെന്നുള്ള കാര്യം പല്ലവി ചൊന്നങ്ങ് പറഞ്ഞു. അപ്പം എന്തു പറ്റിയെന്ന് ചോദിച്ചു. ചെലവിന് കൊടുക്കാൻ കാശില്ലല്ലോ കയ്യിൽ. ഇവൻ്റെ ഒരു കാര്യം അത് ദുരഭിമാനമാണെന്നും അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണെന്നും അല്ലെങ്കിൽ തന്നെ വല്ലാത്തൊരവസ്ഥയിലൂടെ ശ്രീഹരി ഇപ്പോൾ കടന്നു പോകുന്നത്, നയത്തിലും വേണം സേതുവേട്ടൻ അവനോട് പെരുമാറാനെന്നും പറഞ്ഞു. ഞാനതെല്ലാം പറഞ്ഞ് ശരിയാക്കിക്കോളാമെന്ന് പറഞ്ഞു. സേതു അങ്ങോട്ടേക്ക് പോകും. എൻ്റെ പൊന്ന് സേതുവേട്ട കുഴപ്പമാക്കരുതെന്ന് പറഞ്ഞു. ഇല്ലടോ ഇല്ലെന്നേ. അതെ, പണ്ടത്തെ സേതുവേട്ടൻ്റെ ശിങ്കടി മാത്രമൊന്നും അല്ല കേട്ടോ, അച്ചുവിൻ്റെ ഭർത്താവാണെന്ന് ഓർമ്മ കൂടി വേണം. പൊന്നുമടത്തിലെ മരുമകനാണെന്ന് ഓർക്കണമെന്ന് പറയുമ്പോൾ അതൊക്കെ എനിക്ക് അറിഞ്ഞൂടെ? അവനെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കല്ലേ വേണ്ടു. അതെന്തായാലും ഞാൻ ഏറ്റു, താൻ നോക്കിക്കോ. പല്ലവി ഭക്ഷണമൊക്കെ എടുത്ത് എൻ്റെ കൂടെ ഒന്ന് വന്ന് കിട്ടിയാൽ മതിയെന്ന് പറയും. അപ്പം ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞു പല്ലവിയും കൂടെ പോണു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ നമ്മുടെ അച്ചു ഹരിക്ക് ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കുക. അപ്പോൾ അയൺ ചെയ്യാൻ അച്ചു എടുത്തപ്പം അയ്യോ അച്ചു ഡ്രസ്സ് അയൺ ചെയ്യാനോ? അതെന്ത് പറ്റി? ഞാൻ അയൺ ചെയ്താൽ പറ്റത്തില്ലേന്ന് ചോദിച്ചു അച്ചു. അപ്പോഴവർ രണ്ടുപേരും കൂടെ മുറിയിലേക്ക് വരുന്നത്. അവർ രണ്ടുപേരും കൂടെ മുറിയിലേക്ക് വന്നപ്പോൾ ഇവർ രണ്ടുപേരും കൂടി വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ സേതു ആണെങ്കിൽ ഹരിയെ കണ്ടിട്ട് ഈ മരുന്നിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നിനക്കറിയാവോ? അത് കഴിക്കുമ്പോൾ ഭക്ഷണം കൂടി ശരിക്ക് കഴിക്കണം, അല്ലെങ്കിലേ ശരിയാവില്ല. അങ്ങനെയാണ് അച്ചു നിൻ്റെ ഭർത്താവ് ചെയ്യുന്നതെന്ന് സേതു അച്ചുവിനോട് ചോദിക്കാം. അച്ചു അന്നേരം ഒന്നും മിണ്ടിയില്ല. എടാ ഈ വീട് ആരുടെ എടാ? നിൻ്റെയും കൂടെ വീടല്ലേടാ. ഋതുവിനെ നീ നോക്കുകയേ വേണ്ട. നിൻ്റെ അത്ര പോലും അവകാശം അവൾക്ക് ഈ വീട്ടിലില്ല. അപ്പോൾ പിന്നെ അവൾ പറയുന്നത് കേട്ട് പട്ടിണി കിടക്കുന്നതൊക്കെ ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ സേതുവേട്ടാ, അഭിമാനം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലേ എന്ന് ഹരി സേതുവിനോട് ചോദിക്കുക. അത് പണയം വെക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ അത് കാണിക്കേണ്ടടുത്ത് കാണിക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ എന്ന് പല്ലവി അന്നേരം ചോദിച്ചു. അങ്ങനെയാണെങ്കിലേ ഞാനിവിടെ താമസിക്കാൻ പാടുള്ളതാണോ ഹരി? സേതുവേട്ടനല്ലേ എന്നെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്, അത് നിനക്കറിയില്ലേ എന്നൊക്കെ ചോദിച്ചു. പല്ലവി അങ്ങനെ ഓരോന്ന് പറയാം. ഋതുവും സ്വാതിയും ഒക്കെ ഞാനിവിടെ താമസിക്കുന്നത് എതിരല്ലേ? ഇപ്പോഴും എതിരൊക്കെ തന്നെയാണ്. എന്നിട്ടും ഞാനിവിടെ നിൽക്കുന്നില്ലേ? അത് ആരെ ഓർത്തിട്ടാണെന്ന് ചോദിച്ചു. സേതുവേട്ടനെ ഓർത്തിട്ടല്ലേ? അപ്പം ഞാനതൊക്കെ പറഞ്ഞതാ ചേച്ചി, കേൾക്കണ്ടേ എന്നും ചോദിച്ചു അച്ചു അന്നേരം ഹരിയെ പറ്റി പറയുന്നു. ഞാനും കൂടി അധ്വാനിച്ചിട്ട് ഈ പൊന്നുമട ഇപ്പോൾ ഇവിടെ കഴിഞ്ഞു പോകുന്നത്, അല്ലാതെ ഋതുവിൻ്റെ കയ്യിൽ അതൊന്നും അല്ല. അതുകൊണ്ട് നീ വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. എനിക്കിവിടെ അവകാശം ഉള്ളിടത്തോളം നിനക്കും അവകാശം ഉണ്ടാകും. നിന്നെ എനിക്ക് വേണ്ട സേതുവേട്ടാന്ന് പറയുമ്പോൾ നിന്നെ കഴിപ്പിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകുള്ളൂ എന്ന് പറഞ്ഞു സേതുവേട്ട. വേണ്ട സേതുവേട്ടാന്ന് പറയുമ്പോൾ മേടിക്കടാ കഴിക്കടാന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഹരിയെ കൊണ്ട് കഴിപ്പിക്കുക. അച്ചു ഇതവന് കൊടുക്കാൻ പറഞ്ഞു. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അതാ അച്ചു തന്നാന്നേ കഴിക്കത്തില്ലേന്ന് ചോദിച്ചു. വേറെ ആരും അല്ലല്ലോ, സ്വന്തം ഭാര്യയല്ലേ തരുന്നത്, കഴിച്ചാലെന്താ എടുത്ത് കൊടുത്തേ അച്ചു എന്നും പറഞ്ഞുകൊണ്ട് അച്ചുവിനെ കൊണ്ട് കൊടുപ്പിക്കുന്നു, ഹരിയെ കൊണ്ട് കഴിപ്പിക്കുന്നു. അങ്ങനെ അവർ 4 പേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുമെന്നുള്ള ശുഭ പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതുമായിരിക്കും. അപ്പോൾ നമ്മുടെ കഥ പറയുന്ന ശൈലികളും കഥയിൽ എന്തെങ്കിലും മാറ്റം വരുത്താനൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി.